ഇത് വളരെ പൗരാണികമായ ഒരു മ്യൂസിയം. വളരെ കാലം മുമ്പ് നമ്മുടെ രാജാക്കന്മാരും മറ്റും ഉപയോഗിച്ചിരുന്ന ഏറെ മൂല്യം കൂടിയ ഓരോ വസ്തുക്കളും സൂക്ഷിച്ചു കൊണ്ടിരുന്നത് ഇവിടെയാണ്. കൂടാതെ പണ്ട് വിനായക രാജ്യം ഭരിച്ച ചക്രവർത്തിമാർ അണിഞ്ഞുകൊണ്ടിരുന്ന കിരീടവും സൂക്ഷിച്ചിരുന്നു. എന്നാൽ കുറച്ചു ദിവസം മുമ്പ് രാജ്യത്തെ ഞെട്ടിച്ച ഒരു വാർത്തയുണ്ടായി. ആ കിരീടം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭരണകൂടം കിരീടം വീണ്ടെടുക്കാനായി പല ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. പല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അന്വേഷണത്തിന് നിയോഗിച്ചെങ്കിലും കിരീടമോ അതിന്റെ ഒരു തുമ്പോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അന്യദേശത്തു നിന്ന് വളരെ പ്രശസ്തനും ബുദ്ധിമാനുമായ ഡിറ്റക്റ്റീവ് സമുദ്രനെ കിരീടം കണ്ടെത്തുന്നതിനായി ഭരണകൂടം ഈ ദൗത്യം ഏൽപ്പിക്കുന്നു. ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് കാവലുള്ള ഈ മ്യൂസിയത്തിൽ നിന്നാണ് കോടികൾ വിലയുള്ള കിരീടം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങനെ കിരീടം നഷ്ടമായിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് പരിശോധിച്ച് കളയാം. എന്താ? സാർ, ഇവിടെ ഒരു ടവല് കിടക്കുന്നു. ഇത് നല്ലൊരു തെളിവാണ്. ഇത് ഹേമുവിന്റെ ടവലാണ്. അതെ, കീശയിൽ നോക്കിയപ്പോഴാണ് വീണു പോയതറിഞ്ഞത്. നമുക്ക് ജനങ്ങളിൽ പലരെയും ചോദ്യം ചെയ്ത് നോക്കിയാലോ? വണ്ടി സ്റ്റാർട്ടാക്കും. വേഗം നമുക്ക് ഓഫീസിലേക്ക് പോവാം.
പോലീസുകാർക്ക് സാധിക്കാത്തതാണ് ഇനി ഇവർക്ക് സാധിക്കുക. ശരിയാ. രാജു, ആ കിരീടം മോഷ്ടിച്ച പ്രതികളെ പിടിക്കണമെങ്കിൽ നാം ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. അതായത് സാറേ, ഈ ജനങ്ങൾക്കിടയിൽ കുട്ടിച്ചാത്തനാണ് കിരീടം മോഷ്ടിച്ചതെന്ന് ഒരു സംസാരമുണ്ട്. എടോ വിഡ്ഢി, കുട്ടിച്ചാത്തൻ പിശാച് എന്നൊന്നുമില്ല. എല്ലാം മനുഷ്യന്മാരുടെ സൃഷ്ടിയാണ്. മനസ്സിലായോ? സാർ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഓരോരുത്തരും പല വഴിക്കായി അന്വേഷണം നടത്തൂ. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. എന്നാ ശരി, ഓക്കെ. ഈ നാട്ടിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും എത്ര ശ്രമിച്ചിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം ഒരുപാട് പ്രയത്നിക്കേണ്ടതായി വരും, അല്ലേ സാറേ? അതെ, നാം ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. ശരിയാ സാർ. നമുക്ക് വേഷം മാറി നാടും നഗരവും അരിച്ചു പെറുക്കാം. എന്താ? നമുക്ക് ഈ വഴി പോകാം. ഇവിടെയൊക്കെ ഒന്ന് നിരീക്ഷിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ വഴി പോ. ചെല്ല. എന്തെങ്കിലും തരണേ അമ്മ. വല്ലതും കഴിച്ചിട്ട് ആഴ്ചയൊന്നായി. എന്തെങ്കിലും തരണേ. എന്തെങ്കിലും തരണേ അമ്മ. വല്ലതും കഴിച്ചിട്ട് ആഴ്ചയൊന്നായി. എന്തെങ്കിലും തരണേ. നമുക്കൊരു ചായ കുടിച്ചാലോ? ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു സാർ.
അസ്സലാമലൈക്കും. വലൈക്കും സലാം. അതായത് ചായയും പഴംപൊരിയും കഴിക്കാൻ വേണമെന്നാ പറഞ്ഞത്. സാർ, ആ വണ്ടി എങ്ങോട്ടായിരിക്കും പോയത്? ഇടോ, വണ്ടി പഞ്ചറായിരുന്നില്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചേനെ. വാ, നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് കുറച്ച് സമയം ഈ ബീച്ചിലൂടെ ഒന്ന് നടക്കാം. നമുക്കൊരു ഐസ്ക്രീം കഴിച്ച് കുറച്ചു നേരം ഈ കടലിലേക്ക് നോക്കിയിരിക്കാം. തിരമാലകൾ വരുന്നത് കാണാൻ എന്ത് രസമാണ്. ശരിയാ. ഇരുപത് കിലോ വരുന്ന പഞ്ചലോഹ വിഗ്രഹം കാണാതായിരിക്കുന്നു. ഇല്ലിക്കടമ്പ് ക്ഷേത്രത്തിലെ പൗരാണികമായ പഞ്ചലോഹ വിഗ്രഹം ഇന്നലെ രാത്രി കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. വളരെ സേഫ്റ്റിയോടെ ക്ഷേത്രത്തിനകത്ത് സൂക്ഷിച്ചതാണിത്. ക്ഷേത്രത്തിലെ കളവും മ്യൂസിയത്തിലെ കളവും തമ്മിൽ എന്തോ സാമ്യമുണ്ട്. ഹലോ രാജു, ഉടനെ വരിക. ഇല്ലിക്കടമ്പ് ക്ഷേത്രത്തിലെ കവർച്ചാ രീതി വെച്ച് നോക്കുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഈ മ്യൂസിയത്തിലും കവർച്ച നടന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കവർച്ചയും നടത്തിയിരിക്കുന്നത് ഒരേ കുറ്റവാളികളാവാനാണ് സാധ്യത. അതെ സാർ, നമുക്ക് വലിയൊരു തുമ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നാം വളരെ ശ്രദ്ധയോടെ വേണം ഓരോ നീക്കവും നടത്താൻ. യെസ്, തീർച്ചയായും. വരൂ, വണ്ടി കയറ്. നമുക്ക് അടുത്ത ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. മ്യൂസിയത്തിലെയും ക്ഷേത്രത്തിലെയും കളവ് നടത്തിയിരിക്കുന്നത് മനുഷ്യന്മാരൊന്നുമല്ല, ചാത്തന്മാരാ. അല്ലാതെ ഇത്ര വിദഗ്ധമായി ഇത്ര സെക്യൂരിറ്റി ഉള്ളിടത്ത് എങ്ങനെ കളവ് നടത്താനാ? അത് ഞങ്ങൾ സമ്മതിക്കില്ല. ചാത്തൻ എന്നൊരു സംഭവമില്ല. അതൊക്കെ മനുഷ്യർ സൃഷ്ടിക്കുന്ന കഥകളാണ്. ഇത് ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ചാത്തന്മാർ തന്നെയാണിത് ചെയ്തത്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ പല നാടുകളിലും ഉള്ളതായി ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇതെല്ലാം കണ്ടെത്താൻ നമുക്ക് പോലീസുണ്ട്. അവർ എന്തെങ്കിലും ചെയ്യട്ടെ. ശരിയാ. ഡോഡു, ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളൊരു സർക്കസ് റിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. അവിടുത്തെ പീഡനം സഹിക്കാതായപ്പോൾ ഞങ്ങൾ റിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു. ഞങ്ങളെ പിടിക്കാൻ സർക്കസ് മുതലാളിമാരുടെ ഗുണ്ടകൾ പിന്നാലെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. ഏയ് പേടിക്കണ്ട, വേണ്ടത് ചെയ്യാം.
നമുക്ക് ഈ നഗരമെല്ലാം കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാം. അവിടെ നിങ്ങളെ തൊടാൻ ആരും വരില്ല. ഡോഡു, ഇതാരൊക്കെയാണ്? ഇവരെ നഗരത്തിൽ നിന്നും കണ്ടുമുട്ടിയതാണ്. ഇവർ സർക്കസ് റിങ്ങിൽ നിന്നും മുതലാളിമാരുടെ ക്രൂരത സഹിക്കാനാവാതെ ഓടി രക്ഷപ്പെട്ടതാ. അത് വലിയ പ്രശ്നമല്ലേ? നിങ്ങൾക്കിനി കാട്ടിലേക്ക് തിരിച്ചു പോയി ജീവിക്കാനൊക്കുമോ? അതൊരു പ്രശ്നമാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായി ഇവിടെ കഴിഞ്ഞോട്ടെ. ഇവരെ നമ്മുടെ കൂടെ കൂട്ടാം അല്ലേ? തീർച്ചയായും. എനിക്ക് എത്രയും പെട്ടെന്ന് യജമാന്റെ അടുത്തെത്തണം. നിങ്ങൾ ഇവരുടെ കൂടെ പോയിക്കൊള്ളൂ. നമുക്ക് വൈകിട്ട് കാണാം. എന്താണ് നീ ഇത്രയും വൈകിയത്? ഇന്ന് നമുക്ക് നഗരത്തിലെ മറൈൻ ഡ്രൈവിലേക്ക് പോകാം. ഒരു കൂട്ടം കുറ്റവാളികൾ അവിടം കേന്ദ്രീകരിച്ച് മയക്കുമരുന്നും മറ്റും വിൽക്കുന്നുണ്ടെന്നാണ് അറിവ്. ഞാൻ വേഷം മാറി പോവാം അല്ലേ സാർ? നീ ഒരു കടല വിൽപ്പനക്കാരന്റെ വേഷത്തിൽ പോകുക. പിന്നെ മെല്ലെ അവിടെ നടക്കുന്ന നീക്കങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ? ശരി സാർ, അങ്ങനെ ചെയ്യാം. രാജു, ഒരു നിമിഷം. എന്താ സാർ? അവിടെ നടക്കുന്ന ഓരോ കാര്യവും അപ്പോൾ തന്നെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാൻ ദൂരെ ആ ഉയരം കൂടിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഓരോ നീക്കവും വീക്ഷിക്കുന്നുണ്ടാവും. കടല കടല കടലേ കടലേ, നല്ല ചൂടുള്ള കടല. 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 സാറേ, കടല വേണ? കടലയൊന്നും വേണ്ട. ഒന്ന് പുകയ്ക്കാനുള്ള കഞ്ചാവോ മറ്റോ ഉണ്ടോ? ഇല്ല സാർ, കടല മാത്രമേ ഉള്ളൂ. കടല കടല കടലേ കടലേ, നല്ല ചൂടുള്ള കടല. ആ ഡുഡുവിനെ കാണാനില്ല. അവന്റെ കയ്യിൽ നിന്നും നല്ല ചൂടുള്ള സാധനം. സാർ, ആ മൂവർ സംഘം ഇവിടെ നിന്നും മയക്കുമരുന്ന് വാങ്ങിയ ശേഷം ഒരു ചുവന്ന കാറിൽ കയറി പോവുകയാണ്. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. സാർ ഉടനെ എൻ്റെ കൂടെ വരണം. രാജു, നീ ഇപ്പോൾ എവിടെയാണ്? സാർ, ഞാൻ 2 മിനിറ്റിനുള്ളിൽ സൗത്ത് ഹിൽ ഹോട്ടലിന് മുന്നിലെത്തും. ആ ശരി, ഞാനിപ്പോൾ അവിടെ എത്താം. കുറച്ചു സമയമായി നമ്മളെ ആരോ പിന്തുടരുന്നു. ആ വെടുത്ത കാറിലിരിക്കുന്നവരെ കണ്ടിട്ട്. ശരിയാണ് സുസ്മാൻ, ആ കാറ് നമ്മളെ പിന്തുടരുകയാണല്ലോ. വേഗം വണ്ടി വിടും. അത് ലിങ്ക് സമുദ്രല്ലേ. വേഗം വേഗം വണ്ടി വിടും. ഉടനെ നമുക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആപത്താണ്.
വെച്ചാ കൊന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നാശങ്ങൾ, രക്ഷപ്പെട്ടു കളഞ്ഞു. സാർ, ഇവർ വലിയ കുറ്റവാളികളാണ്. ആദ്യം നമുക്ക് ഈ കാറൊന്ന് പരിശോധിക്കാം. എന്തെങ്കിലും തെളിവുകൾ ലഭിക്കും. അവരെയൊക്കെ നമുക്ക് പിന്നീട് കസ്റ്റഡിയിലെടുക്കാം. എല്ലാ സാധനങ്ങളും എടുത്തോളൂ. ശരി സാർ, നമുക്ക് ഓഫീസിലേക്ക് പോകാം. എനിക്ക് വിശന്നിട്ട് വയ്യ. റിങ്ങിലായിരുന്നെങ്കിൽ വേണ്ട സമയം ഭക്ഷണം കിട്ടിയേനെ. ശരിയാ, പക്ഷേ അവിടെ നമുക്ക് വേണ്ട സ്വാതന്ത്ര്യമില്ലല്ലോ. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ നിങ്ങൾ ദുഃഖിതരായി നിൽക്കുന്നത്? 2 ദിവസമായി ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര വിശപ്പ്. പേടിക്കണ്ട, നിങ്ങൾ താഴ്വരയിലേക്ക് പോയിക്കോളൂ. അവിടെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ, ശരി ശരി. നാം ഈ ഓപ്പറേഷന്റെ പകുതി ഭാഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ. ശരിയാണ്, ഇതിനിടെ കുറ്റവാളികളുടെ പല ആക്രമണവും നമുക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ജിമ്മി, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? കാര്യമായൊന്നും ലഭിച്ചില്ല. പക്ഷേ നഗരത്തിൽ പലരെയും ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. ആ, ശരി ശരി, അങ്ങനെ ചെയ്യൂ. എത്ര മനോഹരമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുവാൻ. ശരിയാ, അതിമനോഹരം തന്നെ. പക്ഷെ താഴെ വീണാൽ അറിയാം, ഒരു പൊടി പോലും കിട്ടില്ല. അങ്ങ് ദൂരെ കാണുന്നത് ഒരു കോട്ടയല്ലേ? അതെ, നമുക്ക് ആ കോട്ടയിലേക്കൊന്ന് പോവാം. ആരും കാണാതെ, ഒരു തെളിവും അവശേഷിക്കാതെ നാളെ വൈകുന്നേരത്തെ ഷിപ്പിൽ ചോലക്കടപ്പുറത്ത് നിന്നും യൂറോപ്പിലേക്ക് കയറ്റി അയക്കണം. കുറഞ്ഞത് 10 കോടി രൂപയെങ്കിലും നമുക്ക് ലഭിക്കും. സൂക്ഷിച്ച് ശ്രദ്ധയോടെ ആയിരിക്കണം. കോടികൾ വിലമതിക്കുന്നതാണ്. നമുക്കിവിടെ നിന്ന് വേഗം ഓടി രക്ഷപ്പെടാം. അവർ നമ്മളെ കണ്ടാൽ കൊന്നുകളയും. വേഗം നമുക്ക് ഈ കാര്യങ്ങൾ ഡിറ്റക്റ്റീവ് അങ്കിളിനോട് പറയാം. എന്താ എന്താ കുട്ടികളെ, എന്താ നിങ്ങൾ ഓടി വരുന്നത്? നഗരത്തിൽ നിന്ന് അകലെയുള്ള കാടിനകത്തെ കോട്ടയ്ക്കുള്ളിലേക്ക് രാവിലെ ഞങ്ങൾ വെറുതെ പോയപ്പോൾ കുറച്ചു പേർ മ്യൂസിയത്തിലെ കിരീടം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. ഇത് കേട്ടത് ഞങ്ങൾ ഓടി വരികയായിരുന്നു. എവിടെയാണ് അവർ? അവരെന്താ പറഞ്ഞത്? നാളെ അത് വിദേശത്തേക്ക് കയറ്റി അയക്കാനാണ് പ്ലാൻ. രാജു, നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു ഓപ്പറേഷൻ വേണ്ടിവരും. വളരെ ശ്രദ്ധ, ഏതു സമയവും ഒരറ്റാക്ക് പ്രതീക്ഷിക്കാം. ശരിയാ സാർ. സമുദ്രം ഉടനെ കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കണ്ടുപിടിക്കും. മനസ്സിലായോ?
പറയാം. ഒരു ദിവസം കാവൽക്കാരന്റെ വേഷത്തിൽ വന്ന് ഞാനിവിടെ കാവൽ നിൽക്കുകയും പിന്നീട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യും. അവസാനം അകത്തെ രഹസ്യ അറയിൽ കിടന്ന് കിരീടം മോഷ്ടിച്ചതിന് ശേഷം ഭൂമിക്കടിയിൽ നിർമ്മിച്ച തുരങ്കം വഴി പുറത്തേക്ക് കിടക്കുകയായിരുന്നു. ഞാനാണ് ക്ഷേത്രത്തിലെ കളവ് മുഴുവനും ചെയ്തത്. ഞാനാണ്. What?